ഈ ഒരില ഇതുപോലെ നിങ്ങൾ തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ വേരിക്കോസ് വെയിനൊക്കെ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ അറിയാമല്ലോ, മഴക്കാലം വരുന്നത്. അപ്പം നല്ല രീതിയിൽ കാല് മസിൽ പെയിൻ ഉണ്ടാവും, കാല് ഉരുണ്ട് കയറും. അതല്ലാണ്ട് ഭയങ്കരമായിട്ട് കാലുവേദന ഒക്കെ ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കരമായിട്ട് കാൽസ്യക്കുറവും കാലുവേദന ഒക്കെ ഉള്ള കുട്ടികളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കും അതുമല്ല ചില കുട്ടികൾക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടി വീഴുമ്പോൾ തന്നെ പിള്ളേരുടെ കൈയും കാലൊക്കെ എല്ലാം ഒടിയും. അപ്പം കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് ഈ കാണുന്ന ഈ കാൽസ്യം താളം എന്ന് പറയും. അതല്ല, ഇതിന് വേറെ ഒന്ന് രണ്ട് പേരുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ കാണാത്തവർ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടത്. കാരണം ഇതിന് മുൻപ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. തോരൻ വയ്ക്കാൻ എടുത്തപ്പോൾ നിങ്ങളെ കാണിച്ചതുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തോരൻ വെച്ചെടുക്കുന്നതിന് പ്രത്യേക രീതിയുണ്ട്. കാരണം ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരുപാട് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുണ്ടല്ലോ ഈ കാൽസ്യം ഓക്സൈറ്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നിങ്ങൾ തോരൻ വെക്കണം കേട്ടോ. ഈ ഇതിൻ്റെ പൊടി കണ്ടോ, ഇതിൻ്റെ ഈ ഇലയുടെ ബാക്കിൽ ഒരു വെള്ള പൊടിയുണ്ട്. അത് കാൽസ്യം ഓക്സൈറ്റ് ആണ് കേട്ടോ. അപ്പം ഇത് നിങ്ങളൊരു കുറച്ച് രീതിയിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മതി. പിന്നെ ഇതിനകത്ത് ഒരുപാട് കാൽസ്യം റിച്ച് ആയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് ഉള്ള ആളുകൾ, മൂത്രത്തിക്കല്ലുള്ള ആളുകൾ ഇത് കഴിക്കരുത് കേട്ടോ. കാരണം ഒരുപാട് കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഇതുണ്ട്. ഓവറായിട്ട് കാൽസ്യം ആയിട്ടുണ്ടെങ്കിലും ഈ യൂറിക് ആസിഡൊക്കെ കൂടും കേട്ടോ. പിന്നെ ഇതുപോലെ ഞാൻ ആ വെള്ളപ്പൊടി കഴുകി കളഞ്ഞില്ലേ, അതുപോലെ നിങ്ങളത് കഴുകി എടുക്കണം കേട്ടോ. കഴുകി എടുത്തിട്ട് സാധാ നമ്മളിങ്ങനെ ഈ താളായതുകൊണ്ട് തന്നെ അതിങ്ങനെ പിച്ച് കീറി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. സാധാ നമ്മൾ ഈ താള് പോലെ ഒരു ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇതിൻ്റെ ഇലയും തണ്ടും ഒരുപോലെ തന്നെ നിങ്ങൾക്കത് അരിഞ്ഞ് തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇല നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഈ തണ്ടുകളും ഇതുപോലെ തന്നെ ഈ നാരുകളൊക്കെ ഒന്ന് വലിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുകുന ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. പക്ഷേ ഈ അരിഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ തോരൻ വയ്ക്കുന്നതിൻ്റെ ഒരു രീതി വേറെ രീതിയിലാണ്. കാരണം ഈ അലൂമിനിയം പോലത്തെ പാത്രങ്ങളിൽ ഇത് തോരൻ വെക്കരുത്. കാരണം ഈ ഇതിനകത്ത് കാൽസ്യം ഓക്സലേറ്റ് ഉള്ളതുകൊണ്ട് ഈ ഇല ആ പാത്രത്തിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വിഷം ഉള്ള രീതിയിൽ വരുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മൺചട്ടിയിൽ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കാതെ, അല്ലെങ്കിൽ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിലുണ്ടാക്കിയാലും മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ചട്ടിയൊക്കെ എല്ലാവരും വീട്ടിലും, അപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്നിട്ട് ഇതുപോലെ നിങ്ങളൊരു 1-2 അല്ലി വെളുത്തുള്ളിയും സവാള ഇല്ലെങ്കിൽ ചുവന്നുള്ളി ഇട്ടാലും മതി. എന്നിട്ട് ഇതുപോലെ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ചീര വെറുതെ നമ്മൾ കൊടുക്കുമ്പോൾ പിള്ളേരൊന്നും കഴിക്കത്തില്ല. അപ്പം ഒരു മുട്ട വേണമെങ്കിൽ ചിക്കി പൊട്ടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് തോരൻ വെക്കുമ്പോൾ തുറന്ന് വെച്ച് തോരൻ വെക്കണം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞു തന്നാൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പറയണത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ സാധാരണ ഈ തോരൻ വെക്കുമ്പം ഫുള്ള് അടച്ച് വെച്ച് നമ്മൾ തോരൻ വെക്കത്തില്ലേ. അപ്പം ഫുള്ള് അടച്ച് വെച്ച് തോരൻ വെക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ ആവി വെളി പോവാത്ത രീതിയിൽ തോരൻ വെക്കരുത്. അപ്പം ഇതിങ്ങനെ പകുതി ഭാഗം തുറന്ന് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ പകുതി ഭാഗം തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. എന്നാലാണെങ്കിൽ കുറച്ച് ആവി വെളിയിലേക്ക് പോകത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ 5 മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ടുണ്ടല്ലോ ഇതിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങ ഞാനിപ്പോൾ എളുപ്പത്തിനാണ് തേങ്ങ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി എടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കുത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ കറക്കി എടുക്കുമ്പോൾ നമുക്കതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു 1-2 പച്ചമുളക്. ഞാനിപ്പോൾ എരിവ് അധികം ഉള്ളതുകൊണ്ട് 2 പച്ചമുളകായിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയ കുഞ്ഞ് വെള്ളം തിളപ്പിക്കുന്ന ജീരകമില്ലേ, ചെറിയ കുഞ്ഞ് ജീരകം, അതും കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് കറക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഒതുക്കി എടുത്താൽ മതി. പ്രത്യേക രുചിയായിട്ട് നമ്മൾ ആ മുട്ടയിട്ട് ചെക്കി അതുപോലെ തന്നെ ഈ ഇത്രയും മസാലക്കൂട്ടുകളിൽ ചതച്ച് ഇങ്ങനെ തോരൻ വെച്ചെടുക്കുകയാണെങ്കിൽ കഴിക്കാത്ത കുട്ടികളും കഴിക്കും. ഇത് ഭയങ്കര കാൽസ്യം റിച്ച് ആയിട്ടുള്ള തോരനാണ്. അപ്പം മസിൽ പെയിനും അതുപോലെ തന്നെ ഈ വേരിക്കോസ് വെയിനൊക്കെ ഉള്ളവർക്ക് ഈ കാലിലെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊക്കോട്ടെ. നിങ്ങൾ നല്ല വേദനയൊക്കെ വരുമ്പം ഈ കാല് മസിൽ കയറുന്ന ടൈമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഇത് വീട്ടിലെവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 1-2 ദിവസം അടുപ്പിച്ച് തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ മസിൽ പെയിൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും കൊടുത്ത് കാലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളും. അപ്പോൾ നല്ല വീഡിയോ കാണാവേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കുഞ്ഞു ടിപ്സിന് വീഡിയോസിനായിട്ട് പേജ് ഇതുവരെ ഫോളോ ചെയ്തിരിക്കണമെങ്കിൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.